കൂടുതലുണ്ട്. ഏകനാണ് മേടിച്ച് വന്ന് ഇങ്ങനെ തളർന്ന് നിൽക്കാതെ എന്താണ് ഗ്ലൂക്കോസ് ഒക്കെ അടിച്ചിട്ട്. പേരെന്താണ്? അബാൻ. ഇതിപ്പോ എത്രാമത്തെ വർഷം? രണ്ടാമത്തെ വർഷം. 9ാം ക്ലാസ്സിലാണ്. പങ്കെടുക്കാനില്ല, കൊറോണ ഉണ്ട്, അത് പോയി. കൊറോണ നമ്മളൊരു ഗ്രേഡ് കൊണ്ടുപോയി, മോശമായി പോയി, വലിയ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് എന്നിട്ട് പറ ബാക്കി വിശേഷം പറ. ആരാ പഠിപ്പിച്ചേ? എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ കലാഭവൻ അഷ്റഫാണ്. അത് തന്നെയാണ് എന്റെ ഉപ്പ. അല്ല, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് കലാഭവൻ അഷ്റഫാണ്, എന്റെ ഉപ്പ എന്നാണ്. അപ്പോ എന്തൊക്കെയാണ് ഉപ്പ പഠിപ്പിച്ചതും എന്തൊക്കെയാണ് സ്റ്റേജിൽ കാണിച്ചത്? ആദ്യം നമുക്ക് അത് അങ്ങോട്ട് നാട്ടിൽ ഈ പ്രേക്ഷകരെ കാണിച്ചിട്ട് നമുക്ക് കാണാം. ഞാനത് പറയുന്നതിന് മുമ്പേ ഞാനിപ്പോൾ 7ാമത്തെ വർഷമാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് ഓരോ സ്റ്റേറ്റുകളിലായിട്ട്. എൻ്റെ താത്തയായിരുന്നു കൊറോണ മുമ്പ് 5 വർഷം സ്റ്റേറ്റിൽ മിമിക്രിയിൽ തന്നെ വിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം താത്താൻ്റെ ഒപ്പം വരാൻ പറ്റിയതിനും വളരെ സന്തോഷം. താത്താൻ്റെ കുടുംബമായിട്ട് മിമിക്രിക്കാരാണ്. അതെ, കലോത്സവ വേദികൾ കുടുംബം. അതെ. അപ്പോ നമുക്ക് ഐറ്റം ചെയ്യാം. ബീറ്റ് ബോക്സ് വിങ്ങിയാണോ? ബീറ്റ് ബോക്സ് ഉണ്ട്. ഞാൻ ജയിലർ എന്ന രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയിൽ നിന്ന് കമലഹാസന്റെ വിക്രം എന്ന സിനിമയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் இஷ்டத்துக்கு நான் அப்பப்போ மாட்டுட்டே இருப்பேன். அதை கட்சி இப்போதைக்கு கேட்டு ஃபாலோ பண்ணணும். அதை விட்டு அதாவது அடாவடி கொலை போன நினைச்ச உன்னை கண்டன் துண்டமா வெட்டி கழிச்சு போட்டுடுவேன். ஹுக்கும் டாயகர் கா ஹுக்கும். എന്താ സാറേ, പ്രൊഫഷണൽ 100% പ്രൊഫഷണൽ. മനസ്സിലായോ? அந்த பாட்டை போடுறா. நாயகன் மீண்டும் வரா ஒன்று சேர்ந்ததும் அவன்தானே ராட்சசனாகும் இவன். இந்த மாதிரி நேரங்களில் வீரங்கள் சொல்லுற வார்த்தை என்ன தெரியுமா? பார்த்துக்கலாம். சக்கம் சக்கம் சக்கு சக்கம் சக்கம் சக்கும் சக்கம் 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 சக்கம். பத்தல பத்தல முட்டியும் பத்தல முட்டியும் பத்தல பத்தல ஆடுறாத சுத்த பத்தல ஆடுறாத மவன. അടിപൊളിയായിട്ടുണ്ട്. അതായത് എന്താ പറയുക, തലൈവർ മുതൽ ഉല്ലാക നായകൻ വരെ, അതായത് അതാണ് അത് വൻ കിട്ടിലായിട്ട്. ഇത് ഉപ്പ പഠിപ്പിച്ചാൽ സ്വന്തമായിട്ട് പഠിച്ചാണോ? എന്റെ ഗുരുനാഥൻ ഉപ്പാന്റെ തരും. ഞാനൊരു സംഭവം ചെറുതായിട്ടും കൂടെ തരും, ഞാനതെങ്കിൽ ഒലിപ്പിച്ചങ്ങ് എടുക്കും അല്ലേ? അതാണ്. ഇനി വേറൊരു ഐറ്റം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ബീറ്റ് ബോക്സ് ചെയ്യാം. பார்க்கதானே போறேன் அந்த காளியோட ஆட்டத்தை. പൊളിച്ച് അടിപൊളിയായിരുന്നു. അടിപൊളി പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? കാരണം ആ ട്രാൻസ്ഫോർമേഷൻ ആണ് അടിപൊളിയായിരുന്നു. അതിനുശേഷം ബീറ്റ് ബോക്സിങ്ങും കാരണം ഈ അതിനിടയിലൂടെ നമുക്കിപ്പം ബീറ്റ് ബോക്സ് കുറച്ച് മുമ്പേ ഒരു പയ്യൻ ചെയ്തില്ലേ, അത് ഇങ്ങനെ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന കാണുന്നത് തന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. അതിനിടയിൽ കൂടെ വീണ്ടും അതിന്റെ ആ വോയിസ് കൂടെ, ആ ആക്ടറിന്റെ വോയിസ് കൂടെ എടുക്കുന്നത്, അതാണ് അതെങ്ങനെയാണ് ഇത് വരുന്നത്? ഞാൻ സംശയിക്കട്ടെ, നമ്മളതിന് എന്ത് തലവത്തി പറഞ്ഞാലും ഈ വൃത്തിയുടെ ശബ്ദമല്ല വേറെ എന്തെങ്കിലും കണ്ടത്, ഇത് എങ്ങനെ ഇത് ക്ലിയർ ചെയ്യുന്നതാണ്? ഇത് തൊണ്ട എന്താ ചെയ്യുന്നത്? ഞാനിത് ചെറുപ്പം മുതൽ ഉപ്പാൻ്റെപ്പം ഓരോ പരിപാടികളിൽ പോയിട്ടും ഉപ്പാൻ്റെപ്പം എല്ലാ പരിപാടികളും ഉപ്പാൻ്റെപ്പം പോയി കാണാറുള്ളതാണ്. ഇപ്പം എല്ലാ പരിപാടിക്കും തന്നെ കൊണ്ടുപോകാറുണ്ട്, ഇത്താത്താൻ്റെ ഒപ്പം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ട് പിന്നെ ഫാമിലി ആയിട്ട് അങ്ങനെ ആയതുകൊണ്ട് സാധാരണ നമ്മൾ പാട്ടുകാരോടാണ് തൊണ്ടുകൊണ്ട് കളയരുന്നത്, പക്ഷെ മിമിക്രിക്കാരോടും പറയാം അല്ലേ, തൊണ്ടുകൊണ്ട് കളയരുത്. സിനിമയാണോ ലക്ഷ്യം? അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആഗ്രഹം ഇല്ലായിരിക്കുമല്ലോ, ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. സത്യസന്ധമായ അഭിപ്രായമാണ് പറഞ്ഞത്. ആഗ്രഹം ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. ഏതായാലും സംഭവം ഗംഭീരമായി. എന്താണ് ഇപ്പം മിമിക്രി ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കാനുള്ളൊരു ആലോചനയും താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ട്, പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്, ചെയ്യണം എന്ന് ആ രീതിയിലൊക്കെ. പിന്നെ ഇപ്പോൾ മിമിക്രി കലോത്സവം അങ്ങനെ ഏറ്റെടുത്തല്ലോ മിമിക്രി എന്ന സംഭവം, അപ്പോൾ അതിലും വളരെ സന്തോഷിക്കുന്നു. അതാണ്. അപ്പോൾ ഉപ്പയുടെ വഴിയിൽ വന്ന് ഇത്തയുടെ വഴിയിലൂടെ വന്ന്
പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി എ ഗ്രേഡുമായി മടങ്ങുകയാണ് അബാൻ അഷ്റഫ് അല്ലേ? സ്കൂൾ എന്നൂടെ പറഞ്ഞു. ഐഡിയൽ കടകശ്ശേരി. യെസ്. അപ്പോൾ അബാൻ താങ്ക് യു, വളരെ നന്ദി. ഞങ്ങളോട് എത്തിയ ന്യൂസ് 18 പ്രേക്ഷകർ കണ്ടു കാണും. ഈ സംഭവം വേറെ ഒന്നുമല്ല, ഇത് മിമിക്രി വേദി വളരെ ചെറിയൊരു വേദിയാണ്. അപ്പം നമ്മുടെ വേറൊരു ആളും കൂടിയുണ്ട്. ഈ ചെറിയ വേദിയിൽ നിന്ന്